വെൽക്കം ചിൽഡ്രൻ. അപ്പൊ കുഞ്ഞുങ്ങളെ, നമുക്കെല്ലാം മനസ്സിലായോ ഇലക്ട്രോ കെമിക്കൽ സീരീസ് കാര്യങ്ങളെല്ലാം? ഇനി നമുക്ക് അത് വെച്ചുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കണം. എന്തൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാം ഈസിയാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. അതായത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു മെറ്റലിനെ ഓക്സിഡൈസ് ചെയ്യാൻ നമുക്ക് രണ്ട് മെറ്റൽസ് തന്നു. അതിലേതിനാണ് ഓക്സിഡൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഏതിനാണ് എന്നറിയാൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആ ഓർഡറിൽ ഇറങ്ങിയിരിക്കണം. ടു കമ്പയർ ദ റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ടെൻഡൻസി ഓഫ് മെറ്റൽ. അത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു ഓർത്തിരിക്കാൻ, ഡാനിയൽ സെല്ലിലെ സിങ്കും കോപ്പറും എടുക്കുക. അവിടെ ആരാ ഓക്സിഡേഷന് വിധേയമാവുന്നേ? അല്ലെ, റെഡ്യൂസിങ് സിങ്ക് ആണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്. അതുകൊണ്ട് സിങ്ക് ഏത് ഏജന്റ് ആണെന്നാ പറഞ്ഞേ? ഓക്സിഡേഷന് വിധേയമാവുന്നതുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ്. കോപ്പർ റിഡക്ഷന് വിധേയമാവുന്നു, അതുകൊണ്ട് അത് ഏത് ഏജന്റ് ആണെന്നാ പറഞ്ഞേ? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനാ കോപ്പർ, അതുകൊണ്ട് കോപ്പറിനെ എന്താ പറയുന്നേ? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം റെഡ്യൂസ്, ഇപ്പൊ നമുക്ക് നോക്കാം, സിങ്ക് എവിടെ കിടക്കുന്നേ? ദേ നോക്കിയേ, സിങ്കിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എത്രയാ? -0.76. കോപ്പറിന്റെ എത്രയാ നോക്കിയേ? കോപ്പറിന്റെ 0.34. ആർക്കാ കൂടുതല്? കോപ്പറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. കോപ്പറിന്റെ 0.34, സിങ്കിന്റെ -0.76. അപ്പൊ ആർക്കാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതല്? കോപ്പറിനാണ് കൂടുതൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടിയ ആൾ എന്തിന് വിധേയമാവും എന്നാ പറഞ്ഞേ? റിഡക്ഷന് വിധേയമാവും. അപ്പോൾ സിങ്ക് എന്തിന് വിധേയമാവും? റിഡക്ഷന് വിധേയമാവുന്നതുകൊണ്ട് അത് ഏത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം കോപ്പർ ഇവിടെ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്, അതുകൊണ്ട് അത് റിഡക്ഷന് വിധേയമാവത്തില്ല. പിന്നെ എന്തിനാ വിധേയമാവുന്നേ? ഓക്സിഡേഷന് വിധേയമാവും. ഓക്സിഡേഷന് വിധേയമാവുമ്പോ അത് ഏത് ഏജന്റാ? കോപ്പറിനെ റെഡ്യൂസ് ചെയ്തില്ലേ? റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ അതെ, നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് ദ റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ടെൻഡൻസി ഓഫ് മെറ്റൽ, അത് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്നാണ് കിട്ടുന്നത്. ഈ സീറോ വാല്യൂ കൂടിയ ആള് ഏത് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ സീറോ വാല്യൂ കുറഞ്ഞ ആളോ? ഈ സീറോ വാല്യൂ കൂടിയ ആള് റിഡക്ഷന് വിധേയമാവത്തേ ഉള്ളൂ. അപ്പൊ അത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഈ സീറോ വാല്യൂ കുറഞ്ഞാളോ? കുറഞ്ഞാള് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാ, റിഡക്ഷന് വിധേയമാവത്തില്ല. എന്തിനെ വിധേയമാവത്തുള്ളൂ? ഓക്സിഡേഷനെ വിധേയമാവത്തുള്ളൂ. അപ്പൊ അയാൾ ഏത് ഏജന്റാ? റെഡ്യൂസിങ് ഏജന്റ്. സിങ്ക് ഇവിടെ റെഡ്യൂസിങ് ഏജന്റ്, കോപ്പർ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് മനസ്സിലായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ വാല്യൂ വെച്ചില്ലേ? അതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ക്യാൻ ബി പ്രെഡിക്റ്റഡ്. മെറ്റൽസിന്റെ റിലേറ്റീവ് റിയാക്ടിവിറ്റി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതല്? ആർക്കാണ് റിയാക്ടിവിറ്റി കുറഞ്ഞത്? അതായത് നമ്മള് മെറ്റൽസിന്റെ എല്ലാം റിയാക്ടിവിറ്റി പറയുന്നത് അവയുടെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി വെച്ചാ. പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവുന്ന മെറ്റലിന് റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പറയും. മെറ്റൽസ് വിച്ച് അണ്ടർഗോ റെഡി ഓക്സിഡേഷൻ ഈസ് said to be more reactive. അപ്പൊ ഇവിടെ പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവുന്ന ആരാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആള്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആള് റിഡക്ഷന് വിധേയമാവത്തില്ല, പിന്നെ ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. നമുക്ക് ഇത് തന്നെ എടുക്കാം. അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള സിങ്കല്ലേ ഓക്സിഡേഷന് വിധേയമായത്. അപ്പൊ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതല്. ആരെക്കാളും? കോപ്പറിനേക്കാളും. അപ്പോൾ നമുക്ക് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് മെറ്റലാണ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതായത് സിങ്കിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവ്, അപ്പൊ അത് റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. കോപ്പറോ റിഡക്ഷനെ വിധേയമാവത്തുള്ളൂ. അപ്പൊ സിങ്ക് ഓക്സിഡേഷൻ വിധേയമാവുന്നതുകൊണ്ട് ഓക്സിഡേഷൻ
വിധേയമാവുന്ന ആളാ ഹൈലി റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പൊ ഇവിടെ നമ്മള് സിങ്കിനെ ഒരു സിങ്ക് സ്പൂൺ എടുത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്താ ഫോം ചെയ്യുന്നേ? സിങ്ക് സൾഫേറ്റും കോപ്പറും ഫോം ചെയ്യും. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു, സ്ഥാനമാറ്റം വരുത്തി. ആരാ? സിങ്ക്. സിംഗിൾ സ്പൂൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നിറം എന്താ? തുലിശിലായനെ ബ്ലൂ കളർ. അപ്പൊ അതിന്റെ ബ്ലൂ കളർ അങ്ങ് ഇല്ലാതാവും. സിങ്ക് സൾഫേറ്റിന്റെ കളർ വൈറ്റാ. ബ്ലൂ കളറിലുള്ള കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് സ്പൂൺ എടുത്ത് ഇളക്കിയപ്പോ എന്താ സംഭവിച്ചത്? വൈറ്റ് കളറായി. കാരണം കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ എടുത്ത് കളഞ്ഞു, സിങ്ക് ആ സ്ഥാനത്ത് കയറിയിരുന്നു. അപ്പൊ കോപ്പറിനെ എടുത്ത് കളഞ്ഞ് സിങ്ക് കയറിയിരുന്നു. ആ സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക് മോർ റിയാക്റ്റീവ് ആകും. കാരണം എന്താ? ഇവിടെ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. സിങ്ക് സൾഫേറ്റിലോ 2+, സൾഫേറ്റിന്റെ 2-. കോപ്പർ സൾഫേറ്റിന് കോപ്പറിന്റെ +2, സൾഫേറ്റിന്റെ -2, ഇവിടെ 0. അപ്പൊ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0യിൽ നിന്ന് +2 ആയി. സിങ്കിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. കോപ്പറിന് എന്ത് സംഭവിച്ചു? +2 എന്നുള്ളത് 0 ആയി, റിഡക്ഷൻ സംഭവിച്ചു. മനസ്സിലായോ? അപ്പൊ ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളാണ് മോർ റിയാക്റ്റീവ്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പൊ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓഫീസിലൊക്കെ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന എംപ്ലോയീസിന്, ഉദ്യോഗസ്ഥർക്ക് താഴ്ന്ന പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഡിസ്പ്ലേസ് ചെയ്യാൻ, സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരമുണ്ട്. അതായത് അതുപോലാണ് ഇവിടെ മേളിലിരിക്കുന്ന സിങ്കാണ് മേളിലിരിക്കുന്നത്. സിങ്കിന്റെ താഴെയാ, താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പത്തോട്ട് എഴുതിയെന്ന് പറഞ്ഞു. സിങ്കിന്റെ താഴെയാ കോപ്പർ ഇരിക്കുന്നത്. അപ്പൊ മേളിലിരിക്കുന്ന സിങ്കിന് എന്തിന് ഉള്ള അധികാരമുണ്ട്? താഴെ കിടക്കുന്ന കോപ്പറിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അങ്ങനെയാണ്. മുകളിലുള്ള എലമെന്റ്സ് മെറ്റൽസിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്, അതുകൊണ്ട് റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ, മോർ റിയാക്റ്റീവ് ആണ്. അപ്പം മേളിലുള്ള മെറ്റലിന് താഴെയുള്ള മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അതേസമയം ഓഫീസിലെ താഴെയുള്ള ഉദ്യോഗസ്ഥന് മേളിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല, അതിനുള്ള റൈറ്റ് ഇല്ല. അപ്പോഴ് ഇലക്ട്രോ കെമിക്കൽ സീരീസിലും അതുപോലാണ്. മുകളിലുള്ള മെറ്റലിന് താഴെയുള്ള മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇപ്പൊ ഈ ടിന്നും ലെഡും കൂടെ എടുത്താല് ആർക്കാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതൽ ലെഡിനാണ്. കൂടുതലുള്ള ആള് റിഡക്ഷൻ വിധേയമാവും. അപ്പൊ ഇയാള് ഓക്സിഡേഷൻ വിധേയമാവുന്നത്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറഞ്ഞ ടിന്നാണ് ഓക്സിഡേഷൻ വിധേയമാവുന്നത്. ഓക്സിഡേഷൻ വിധേയമാവുന്ന ആളാണ് ഹൈലി റിയാക്റ്റീവ്. നമ്മുടെ റിയാക്ടിവിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാ പറഞ്ഞേ? ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ. പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവുന്ന ആളാണ് ഹൈലി റിയാക്റ്റീവ്. അപ്പൊ ടിന്നാണ് മോർ റിയാക്റ്റീവ്. അപ്പൊ ടിന്നിന് ലെഡിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് തിരിച്ചിവിടെ ഇപ്പൊ ഇതിലേക്ക്, അതായത് ഒരു കോപ്പർ സ്പൂൺ എടുത്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സ്റ്റെർ ചെയ്യാന്നിരിക്കട്ടെ. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഒന്നും സംഭവിക്കത്തില്ല, നോ റിയാക്ഷൻ. അവിടെ ഒന്നും നടക്കത്തില്ല. കാരണം എന്താ? കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്. കാരണം സിങ്കിന്റെ താഴെയാ കോപ്പർ കിടക്കുന്നത്. അപ്പൊ ആരെയും ഓക്സിഡേഷൻ വിധേയമാവുന്നുള്ളൂ? സിങ്കേ ഉള്ളൂ. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ്. അപ്പം റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിന് റിയാക്ടിവിറ്റി കൂടിയ സിങ്കിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് നീക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ്, റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് മനസ്സിലാക്കാൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വേണം. ഇനിയും ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, അതായത് ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന മെറ്റൽസിനെല്ലാം തന്നെ ഹൈഡ്രജനേക്കാളും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്നല്ലേ പറഞ്ഞത്? കുറവായതുകൊണ്ട് അവയെല്ലാം ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തിന് വിധേയമാവത്തുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാ, റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷനെ വിധേയമാവത്തുള്ളൂ. അപ്പൊ അവയെല്ലാം ഹൈഡ്രജനേക്കാളും
ഓക്സിഡേഷന് വിധേയമാവുന്നുണ്ട്, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ നമ്മളിപ്പം സിങ്കിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്യുന്ന ഇരിക്കട്ടെ, ഒരു സിങ്ക് ദണ്ടിനെ എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷനിലേക്ക് മുക്കി വെക്കുക. അപ്പൊ ഇവിടെ സിങ്ക് ക്ലോറൈഡും ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ്. സിങ്ക് എന്താ ചെയ്തത്? HCl സൊല്യൂഷനിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്തു. കാരണം എന്താ? സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, ഏതിനേക്കാൾ? ഹൈഡ്രജനേക്കാൾ. എന്തുകൊണ്ടാ സിങ്കിന്റെ റിയാക്ടിവിറ്റി കൂടിയത് ഹൈഡ്രജനേക്കാൾ? എന്തുകൊണ്ട് കൂടി? സിങ്കിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജനേക്കാൾ കുറവാണ്. ഹൈഡ്രജന്റെ മേളിൽ കിടക്കുന്നതിനെല്ലാം തന്നെ അങ്ങനെയാണ്, കുറവാണ്. അതുകൊണ്ട് റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ ഓർത്തിരിക്കണം, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ മുകളിൽ കിടക്കുന്ന മെറ്റൽസിനെല്ലാം തന്നെ ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതും ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. മെറ്റൽസ് ലൈയിങ് above hydrogen in the electrochemical series can displace hydrogen, can liberate hydrogen from acid. അപ്പൊ അടുത്ത ആപ്ലിക്കേഷൻ പഠിച്ചല്ലോ. ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ നമ്മൾക്ക് അറിയണം. നമ്മളിപ്പം രണ്ട് ഹാഫ് സെല്ല് തമ്മിൽ കമ്പൈൻ ചെയ്തില്ലേ ഒരു സെല്ല് ഉണ്ടാക്കുന്നത്. അപ്പോഴ് ആ ഒരു സെല്ല് ഫീസിബിൾ ആണോ എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ല് വർക്ക് ചെയ്യുവോ എന്നറിയാൻ ഇലക്ട്രോകെമിക്കൽ സീരീസ് വേണം. ടു പ്രെഡിക്ട് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഫീസിബിലിറ്റി, റിയാക്ഷൻ ഫീസിബിൾ ആണോ, അതായത് E0 വാല്യൂ പോസിറ്റീവായിട്ട് വന്നാൽ മാത്രമേ ആ സെല്ല് വർക്ക് ചെയ്യത്തുള്ളൂ. E0 വാല്യൂ എങ്ങനെയാ കിട്ടുന്നത്? E0 വാല്യൂ കിട്ടുന്നത് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. റൈറ്റിൽ ഏതാ എഴുതുന്നത്? കാഥോഡ്. അപ്പൊ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അതെങ്ങനെ വരണം? പോസിറ്റീവായിട്ട് വരണം. അത് പോസിറ്റീവായിട്ട് വരുമോ ഇല്ലയോ എന്ന് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ വാല്യൂസ് എടുത്താൽ പോരെ. ഇത് പോസിറ്റീവായിട്ട് വരണമെങ്കിൽ എങ്ങനെ വരണം? E0 കാഥോഡ്, E0 കാഥോഡിന്റെ വാല്യൂ E0 ആനോഡിന്റെ വാല്യൂവിനേക്കാൾ കൂടണം. കാഥോഡിന്റെ E0 വാല്യൂ ആനോഡിന്റെ E0 വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ആ സെല്ല് ഫീസിബിൾ ആണ്, ആ സെല്ല് സ്പോണ്ടേനിയസ് ആണ്, റിയാക്ഷൻ നടക്കും. അപ്പൊ സ്പോണ്ടേനിറ്റി ഓഫ് റിയാക്ഷൻ ക്യാൻ ബി പ്രെഡിക്റ്റഡ്. നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E0 വാല്യൂവിന് പോസിറ്റീവ് ആണോ എന്ന് കിട്ടും. നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു സെല്ല് വർക്ക് ചെയ്യത്തില്ല. ഇനി ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്. ഈ പറഞ്ഞത് തന്നെയാണ്, ആനോഡും കാഥോഡും തന്നു. അപ്പൊ അതിന്റെ E0 സെല്ല് കണ്ടുപിടിക്കുക. സെൽ EMF എങ്ങനെയാ? ഇപ്പം എഴുതിയ ഇക്വേഷൻ തന്നെ. E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. റൈറ്റ് ഹാൻഡ് സൈഡിലെ കാഥോഡിന്റെ പൊട്ടൻഷ്യൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോൾ നമുക്ക് E0 സെല്ല് കിട്ടും. മനസ്സിലായോ? അപ്പൊ what are the applications of electrochemical series? ചുരുക്കി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ to predict the relative oxidizing and reducing tendency of metals. ഏതാണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്? E0 വാല്യൂ കുറഞ്ഞാല് ഓക്സിഡേഷന് വിധേയമാവും. അപ്പൊ അത് ഏത് ഏജന്റാ? റെഡ്യൂസിങ് ഏജന്റ്. E0 വാല്യൂ കൂടിയാണോ റിഡക്ഷന് വിധേയമാവത്തുള്ളൂ, അത് ഓക്സിഡേഷന് വിധേയമാവത്തില്ല. റിഡക്ഷന് വിധേയമാവുന്നതുകൊണ്ട് അത് ഏത് ഏജന്റാ? ഓക്സിഡൈസിങ് ഏജന്റ്. To predict relative oxidizing and reducing tendency. പിന്നെ രണ്ടാമത്തെ എന്താ? To predict the relative reactivity of metals. ഏതിനാ റിയാക്ടിവിറ്റി കൂടുതൽ? ഓക്സിഡേഷന് വിധേയമാവുന്ന മെറ്റലിന്. ഏത് മെറ്റലാ ഓക്സിഡേഷന് വിധേയമാവുന്നത്? E0 വാല്യൂ കുറഞ്ഞത്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ രണ്ട് മെറ്റൽസ് തന്നാല് മുകളിൽ കിടക്കുന്ന ആളാണ് E0 വാല്യൂ കുറഞ്ഞത്, ഓക്സിഡേഷന് വിധേയമാവുന്നത്. ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. The more reactive metal can displace less reactive metal from its solution. അതുകൊണ്ടാണ് സിങ്ക് can displace copper from copper sulfate. തിരിച്ചു വന്നാൽ നടക്കത്തില്ല. അടുത്ത ആപ്ലിക്കേഷൻ എന്താ പറഞ്ഞത്? ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന എല്ലാ മെറ്റൽസിനും ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാം.
Metals lying above hydrogen in the electrochemical series are more reactive. Therefore, they can displace hydrogen from acid. അതാണ് അടുത്ത ആപ്ലിക്കേഷൻ. അടുത്ത ആപ്ലിക്കേഷൻ എന്താണ്? The spontaneity of a cell, whether a cell is feasible or not. ഈ സീറോ വാല്യൂ അറിഞ്ഞ ഈ സീറോ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ സെല്ല് സ്പോണ്ടേനിയസ് ആണ്. ഈ സീറോ ഈക്വൽസ് ഈ സീറോ റൈറ്റ് മൈനസ് ഈ സീറോ ലെഫ്റ്റ്. റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഏതാണ്? കാഥോഡ്. അതിൽ നിന്ന് ആനോഡിന്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ അങ്ങനെ ഒരു സെല്ല് സ്പോണ്ടേനിയസ് ആണ്, ഫീസിബിൾ ആണ്. നെഗറ്റീവ് ആയിട്ട് വന്നാൽ അല്ല. അത് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ആപ്ലിക്കേഷൻ എന്താണ്? ഒരു സെല്ലിന്റെ ഈ സീറോ വാല്യൂ സെൽ EMF കണ്ടുപിടിക്കാം. എങ്ങനെയാ? അതിലെ കാഥോഡിന്റെ ആനോഡിന്റെ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്ക് ഈ സീറോ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. Two metals X and Y have electrode potentials of minus 0.16 volt and 0.8 volt respectively. Which of these liberate hydrogen from dilute acids? എക്സിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? -0.16 വോൾട്ട്. വൈയുടെയോ 0.8 വോൾട്ട്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷനിൽ എന്താ പറഞ്ഞത്? നെഗറ്റീവ് E0 വാല്യൂ ഉള്ള മെറ്റൽസിനെല്ലാം തന്നെ ഹൈഡ്രജനെ ആസിഡിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റും. മെറ്റൽസ് വിത്ത് നെഗറ്റീവ് E0 വാല്യൂ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് ആസിഡ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാ നെഗറ്റീവ് E0 വാല്യൂ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. പിന്നെ എന്തിനുള്ള ടെൻഡൻസിയാ? ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയാ, സ്വയം ഓക്സിഡേഷന് വിധേയമാവാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. അപ്പൊ ആസിഡിൽ ഹൈഡ്രജൻ അയോൺ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് E0 വാല്യൂ ഉള്ളത് എക്സ് ആണ്. എക്സ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ആസിഡിലെ H+ അയോൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറും. അങ്ങനത്തെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ആസിഡിൽ നിന്നും എസ്കേപ്പ് ചെയ്തു പോകും. അപ്പം വിച്ച് ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് ആസിഡ്സ്? X can liberate. X ന്റെ E0 വാല്യൂ നെഗറ്റീവ് ആണ്. Therefore X can liberate hydrogen from dilute acids. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. The electrode potentials of 4 elements A, B, C and D are 1.36 volt, 0.32 volt, 0 volt and minus 1.26 volt respectively. Arrange these elements in the decreasing order of their reactivity. എന്താ മനസ്സിലായത്? എന്താണ് റിയാക്ടിവിറ്റി? എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്? പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവുന്ന എലമെന്റിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. എങ്ങനെയുള്ള എലമെന്റ് പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ എലമെന്റ് പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാവും. അപ്പൊ ഏത് എലമെന്റിനാ റിയാക്ടിവിറ്റി കൂടുതൽ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞതിന്. അപ്പൊ നമ്മളിവിടെ ഏതിന്റെ ഓർഡറിൽ എഴുതുന്നത്? ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ എഴുതേണ്ടത്. അപ്പം റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയത് ആദ്യം എഴുതണം, എഴുതി വരുമ്പോൾ കുറഞ്ഞു വരണം. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയത് ഏതാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറഞ്ഞത് അതേതാണ്? ഇവിടെ എയുടെ, ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ എഴുതിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ഡി ആണ്. ഹൈലി റിയാക്റ്റീവ് ഡി ആണ്. അതിലും കുറഞ്ഞത് ഏതാ? സി ആണ്. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞത്, അതിനേക്കാൾ കൂടിയത് നമ്മൾ എഴുതി വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എഴുതണം എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡർ. അപ്പൊ അത് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? ബി ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നതോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടിയ എ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇതാണ് ഓർഡർ. ഡി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ. അതായത് how would you determine the standard electrode potential of magnesium electrode? Magnesium electrodeന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ അത് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനെ സെല്ലാക്കണം.
സെല്ലാക്കണമെങ്കിൽ 2 ഇലക്ട്രോഡ്സ് വേണം. അതിന് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് ഏതാ ഉപയോഗിക്കുന്നതെന്നാ പറഞ്ഞേ? ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പം എ സെൽ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് മെഗ്നീഷ്യം ഇലക്ട്രോഡ് വിത്ത് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? EMF കണ്ടുപിടിക്കണം. മെഷർ ദ EMF ഓഫ് ദി സെൽ. അപ്പൊ ഇവിടെ ആരാ ആനോഡ്, ആരാ കാഥോഡ്? ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മഗ്നീഷ്യത്തിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ ആണ്. ഹൈഡ്രജന്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് വാല്യൂ ഉള്ളതെല്ലാം എങ്ങനെ വരുന്നത്? ഹൈഡ്രജന്റെ മുകളിൽ കിടക്കുന്നത് മോർ റിയാക്റ്റീവ് ആണ്. അപ്പൊ അതാണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്. ഓക്സിഡേഷൻ എവിടെ നടക്കുന്നേ? ആനോഡിലാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ മഗ്നീഷ്യം ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട്. ആനോഡിനെ നമ്മൾ എവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ SHE എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ നോക്ക്, അപ്പൊ a cell is constructed by combining magnesium electrode with the SHE and measure the EMF of the cell. എന്നിട്ട് സെല്ലിന്റെ EMF കണ്ടുപിടിക്കണം. എങ്ങനെ? EMF of cathode minus EMF of anode. പിന്നെ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? The cell can be represented as anode ലെഫ്റ്റില്. ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. മഗ്നീഷ്യം സോളിഡ് അതെന്ത് ചെയ്യും? ഓക്സിഡേഷൻ നടക്കുമ്പോ Mg എന്തായിട്ട് മാറും? Mg2+ അയോൺ ആയിട്ട് മാറും, അക്വസ്. പിന്നെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ കാഥോഡ്. കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. H+ അക്വസ് റിഡക്ഷൻ വഴി H+ എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റം ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ആവും. സെൽ ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദിസ്: Mg, Mg2+, H+, H2. ഇതാണ് സെല്ലിന്റെ റെപ്രസെന്റേഷൻ. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയെടുത്തോണേ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. അലൂമിനിയം -1.66 വോൾട്ട്, കാഡ്മിയം -0.40 വോൾട്ട്, silver 0.80 volt, gold 1.36 volt. A part question: which of these can liberate hydrogen from dilute acid? B. Which is the weakest reducing agent? C. Construct a galvanic cell using any 2 electrodes. Write the cell reaction and calculate standard EMF. കുറച്ച് ഇലക്ട്രോഡ്സിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അലൂമിനിയത്തിന്റെ -1.66 വോൾട്ട്, കാഡ്മിയം -0.40 വോൾട്ട്, സിൽവർ 0.80 വോൾട്ട് ആൻഡ് ഗോൾഡ് 1.36 വോൾട്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ABCD പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: which of these can liberate hydrogen from HCl? ഏതിനാണ് ഹൈഡ്രജനെ HCl ൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റൽസ് വിത്ത് നെഗറ്റീവ് E0 വാല്യൂ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഫ്രം ഡൈലൂട്ട് ആസിഡ്സ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് E0 വാല്യൂസ് ഉള്ളത് ഏതിനൊക്കെയാ? അലൂമിനിയത്തിന് -1.66, cadmium -0.40. Therefore, aluminum and cadmium can liberate hydrogen from dilute acid. അതാണ് എന്റെ A പാർട്ട് ക്വസ്റ്റ്യൻ. ഇനി എന്റെ B പാർട്ട് നോക്കാം. ഈ തന്നിരിക്കുന്നതിൽ വീക്കസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? Which is the weakest reducing agent among these? അതായത് വീക്കസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതിനാ? ഗോൾഡിനല്ലേ? അറൗണ്ട് 1.36. ഇതിനേക്കാളൊക്കെ കൂടുതലാ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആളെന്ന് പറഞ്ഞാൽ അത് എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷനെ വിധേയമാവത്തുള്ളൂ. അപ്പൊ അതെങ്ങനെയുള്ള ഏജന്റാ? സ്ട്രോങ്ങസ്റ്റ് റിഡക്ഷന് വിധേയമാവുന്ന ആള് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ആളെന്താ? വീക്കസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. അപ്പൊ ഇതിൽ വീക്കസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? Which is the weakest reducing agent among these? Gold is the weakest reducing agent among these. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്: construct a galvanic cell using any 2 of these electrodes. ഇതിൽ ഏതെങ്കിലും 2 ഇലക്ട്രോഡ് ഉപയോഗിച്ച് ഒരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുവാന്ന് ചോദിക്കുക. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ? ഗാൽവാനിക് സെല്ലിൽ ആനോഡും വേണം, കാഥോഡും വേണം. ആനോഡിൽ എന്താ നടക്കുന്നത്?
ഓക്സിഡേഷൻ. അപ്പൊ എങ്ങനെയുള്ളത് ആനോഡായിട്ട് എടുക്കേണ്ടത്? ഏതാ ഓക്സിഡേഷന് വിധേയമാവുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആള്. അപ്പൊ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള അലൂമിനിയം എടുക്കാം. കാഥോഡായിട്ട് ഏതാ ആക്ട് ചെയ്യുന്നത്? കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. ആരാ റിഡക്ഷന് വിധേയമാവുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആള്. നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ സിൽവറിനെ കൂടെ എടുത്തൊരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. സിംബോളിക്കലി എങ്ങനെ ഗാൽവാനിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആനോഡിലെ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ. ഇവിടെ അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്. അപ്പൊ അലൂമിനിയം സോളിഡ്, പിന്നെ നമ്മള് ചെറിയ വരയിട്ടു അലൂമിനിയം 3+, Al3+, അക്വസ്. ആനോഡിൽ ഓക്സിഡേഷൻ. പിന്നെന്താ? സോൾട്ട് ബ്രിഡ്ജ്. കാഥോഡായിട്ട് നമ്മൾ ഏതിനെ എടുത്ത്? സിൽവറിനെ എടുത്തു. അവിടെ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. സിൽവറിന്റെ വാലൻസി 1 ആണ്. അപ്പൊ +1 അക്വസ്. അതെന്തായിട്ട് മാറി? ഈ റിഡക്ഷൻ നടന്ന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് സിൽവർ ആറ്റമായിട്ട് മാറി. അപ്പൊ ഞാനൊരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്തു. മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മെഷർ ദ EMF ഓഫ് ദി സെൽ. ഈ സെല്ലിന്റെ EMF മെഷർ ചെയ്യാം. എങ്ങനെയാ EMF ഓഫ് ദി സെൽ? ദാറ്റ് ഈസ് E cell is equal to E0 right minus E0 left. അല്ലേ? ഇവിടുത്തെ റൈറ്റ് ഏതാ? റൈറ്റ് സിൽവർ ഇലക്ട്രോഡിന്റെ E0 എത്രയാ? 0.80 മൈനസ് ലെഫ്റ്റ് ഏതാ? അലൂമിനിയം ഇലക്ട്രോഡ്. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര? മൈനസ് ഓഫ് മൈനസ് 0.66. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 0.80 പ്ലസ് 1.66 ഈക്വൽസ് എത്ര വരും? ഈക്വൽസ് 2.46 വോൾട്ട്. സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിച്ചു. മനസ്സിലായോ? The standard electrode potentials of some electrodes are given below. E0 zinc minus 0.76 volt, E0 copper 0.34 volt, E0 silver 0.80 volt, E0 hydrogen 0 volt. And a part question, can copper sulfate solution be kept in silver vessel? Copper sulfate solution silver പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? B part, zinc or copper which can displace hydrogen from dilute sulfuric acid. Dilute sulfuric acid ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് സിങ്കിനാണോ കോപ്പറിനാണോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു പേപ്പറിലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കണം. എന്നാലേ ഈ പേജ് മാറുമ്പോൾ ഞാൻ കാൽക്കുലേഷൻ നടത്തുമ്പം നമുക്ക് മനസ്സിലാവത്തുള്ളൂ ചെയ്യാൻ. സി പാർട്ട് ക്വസ്റ്റ്യൻ, what is the reaction taking place at SHE when it is connected to silver electrode to form a galvanic cell? ആ ക്വസ്റ്റ്യന്റെ എ പാർട്ടിൽ എന്താ പറയുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ സിൽവർ വെസലിൽ വെക്കാൻ പറ്റുമോ? അപ്പം കോപ്പർ സൾഫേറ്റ് സിൽവർ വെസൽ, അതിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ വെക്കാൻ പറ്റുമോ എന്ന്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എങ്ങനെ കിടക്കുന്നത്? കോപ്പർ അയോൺസ് ആയിട്ടാ കിടക്കുന്നത്, Cu2+ അയോൺ. അപ്പൊ ഇവിടെ കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എങ്ങനെയാ? 0.34 വോൾട്ട്. സിൽവറിന്റെയോ 0.80 വോൾട്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കോപ്പറിന്റേത് സിൽവറിനേക്കാളും കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറഞ്ഞ ആൾ എന്താ ചെയ്യുക? റിഡക്ഷന് വിധേയമാവത്തില്ല, പിന്നെ ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. അപ്പൊ ഈ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. ഇത് പിന്നെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ സിൽവർ വെസലിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സിൻസ് E0 വാല്യൂ ഓഫ് കോപ്പർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സിൽവർ, copper undergoes only oxidation. Therefore, copper sulfate solution can be placed in silver vessel. ഞാൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സിങ്കിനാണോ കോപ്പറിനാണോ ഡൈലൂട്ട് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്താ പഠിച്ചത്? ഹൈഡ്രജന്റെ മുകളിൽ കിടക്കുന്ന മെറ്റൽസിനെല്ലാം E0 വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഹൈഡ്രജനെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അതുകൊണ്ട് അത് എന്തിനാ വിധേയമാവുന്നത്? ഓക്സിഡേഷന്. ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് E0 വാല്യൂസ് ഉള്ള മെറ്റൽസിനെല്ലാം ഡൈലൂട്ട് ആസിഡ്സിൽ നിന്നും ഹൈഡ്രജനെ റിലീസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹൈഡ്രജൻ. Therefore, zinc can liberate hydrogen from dilute acid. അപ്പൊ എന്താണ്?
SHE യിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? when it is connected to silver ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, സിൽവറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.80 വോൾട്ട് ആണ്. SHE യുടെ 0 ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളതാണ് എന്തായിട്ട് എടുക്കുന്നത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആള് റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. അപ്പൊ അത് ആനോഡായിട്ട് എടുക്കും അവിടെ. അപ്പൊ SHE എന്തായിട്ട് എടുക്കുന്നത്? ഇവിടെ ആനോഡായിട്ട്. അപ്പൊ അവിടെ എന്താ നടക്കുന്ന ആനോഡിൽ? ഓക്സിഡേഷൻ. അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷൻ അല്ലേ ചോദിച്ചത്. H2 എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ നടക്കുന്നു. ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ. അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും, 2H+ ആവും. അക്വസ് സൊല്യൂഷൻ. ഇതാണ് SHE യിൽ നടക്കുന്ന റിയാക്ഷൻ when it is connected to silver electrode. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. The EMF of the cell obtained by coupling an electrode with the SHE standard hydrogen electrode was 1.37 volts. If SHE is the negative electrode, find the potential of the given electrode. അപ്പം സെല്ലിന്റെ EMF തന്നിട്ടുണ്ട്. EMF ഓഫ് ദി സെല്ല് 1.37 വോൾട്ട് ആണ്. ഇവിടെ SHE ഈസ് എ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു. നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാ? ആനോഡ് അല്ലെ. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡാണ്. പിന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാ? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. ഇല്ലയോ? അപ്പൊ SHE, അപ്പൊ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് SHE ആണെന്ന് പറഞ്ഞു. അപ്പൊ SHE ആണ് ഇവിടുത്തെ ആനോഡ്. അപ്പൊ ഇവിടെ നമ്മള് E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? E0 സെൽ ഈക്വൽസ് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. ഏത് ഇലക്ട്രോഡാ റൈറ്റ് വരുന്നത്? കാഥോഡ്. അപ്പൊ E0 സെൽ വന്നിട്ടുണ്ട്, അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3.7 പിന്നെ 1.37. അടുത്ത E0 റൈറ്റ്, അതിന്റെയാണ് പൊട്ടൻഷ്യൽ. തന്നിരിക്കുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. E0 ലെഫ്റ്റിൽ വരുന്നത് ഏതാ? ആനോഡ്. ആനോഡ് ഇവിടുത്തെ ഏതാണ്? നെഗറ്റീവ് ഇലക്ട്രോഡായ SHE. അതിന്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാമല്ലോ, 0 വോൾട്ട്. അപ്പൊ ഇതിൽ നിന്ന് E0 റൈറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1.37 വോൾട്ട്. അപ്പൊ ഗിവൺ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.37 വോൾട്ട്. Question നോക്കാം. Can a nickel spatula be used to stir the solution of copper sulfate? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇളക്കാനായിട്ട് നിക്കൽ സ്പാറ്റുല ഉപയോഗിക്കാൻ പറ്റുമോ? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് റീസൺ. നിങ്ങളുടെ ആൻസർ കാരണം സഹിതം വിശദമാക്കുക. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് നിക്കലിൻ്റെ തന്നിട്ടുണ്ട് -0.25 വോൾട്ട്, കോപ്പറിൻ്റെ 0.34 വോൾട്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ബീക്കറിൽ എടുത്തു, അതിനെ ഒരു നിക്കൽ സ്പാറ്റുല വെച്ച് ഇളക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേക്കുന്നത്. രണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. നിക്കലിന്റെ -0.25, കോപ്പറിന്റെ 0.34. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ് നിക്കലിനാണ്. അപ്പൊ അത് എന്തിനെ വിധേയമാവത്തുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, റിഡക്ഷന് വിധേയമാവത്തില്ല, ഓക്സിഡേഷന് വിധേയമാവത്തുള്ളൂ. അപ്പൊ നിക്കൽ എന്ത് ചെയ്യും? നിക്കൽ സ്പാറ്റുലയുടെ ഓരോ നിക്കലാറ്റവും 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. ലൂസ് ചെയ്യുമ്പോൾ Cu2+ അയോണിൽ സൊല്യൂഷനിലെ Cu2+ അയോൺ എന്ത് ചെയ്യും? ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. Cu2+ന് 2 ഇലക്ട്രോൺ കിട്ടിക്കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറും. Cu2+ + 2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ ആറ്റം. കോപ്പർ ആറ്റമായ അത് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുവോ? ഇല്ല, സൊല്യൂഷനിൽ നിന്ന് വേർതിരിഞ്ഞു പോകും. അതുകൊണ്ട് നിക്കൽ സ്പാറ്റുല ഉപയോഗിച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ സ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. റീസൺ എന്താണ്? E0 value of nickel is less than that of copper. But nickel spatula cannot be used to stir copper sulfate solution. This is because E0 value of nickel is less than that of copper. Calculate the standard EMF of the cell. E0 zinc electrode equals -0.76 volts. E0 copper electrode equals 0.34 volts. ഇവിടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡ് തന്നിട്ടുണ്ട് -0.76 വോൾട്ട്. പിന്നെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇലക്ട്രോഡ് തന്നിട്ടുണ്ട് +0.34 വോൾട്ട്.
ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ. സെല്ലിന്റെ EMF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? EMF of right hand electrode minus EMF of left hand electrode. That is, cell EMF E0 cell is equal to E0 right minus E0 left is equal to E0 right എത്രയാ? ഇവിടെ ഏതാ റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞത് ഓക്സിഡേഷന് വിധേയമാവും. അതേതാ? ആനോഡ്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ സിങ്ക് ഇലക്ട്രോഡ് ആനോഡ്, ആനോഡ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോഴ് റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഏതാ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയത് റിഡക്ഷന് വിധേയമാവും. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാ? കാഥോഡില്. അപ്പൊ ഇവിടെ കാഥോഡാണ് റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ്. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് ഏതാ? കോപ്പർ ഇലക്ട്രോഡ്. അപ്പൊ കോപ്പർ ഇലക്ട്രോഡായ റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? 0.34 വോൾട്ട് മൈനസ് ലെഫ്റ്റ് ഇലക്ട്രോഡായ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ -0.76. അപ്പൊ മൈനസ് ഓഫ് -0.76 വോൾട്ട് ഈക്വൽസ് 0.34 പ്ലസ് 0.76 ഈക്വൽസ് 1.1 വോൾട്ട് ആണ് ഈ സെല്ലിന്റെ EMF. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, can you store copper sulfate solution in sink spot? നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ എടുത്ത് സിങ്ക് പാത്രത്തിൽ വെക്കാമോ? ഇതാണ് സിങ്ക് പാത്രം. ഇതിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ വെക്കാമോ എന്നാണ് നമ്മുടെ പ്രോബ്ലം ക്വസ്റ്റ്യൻ. അതായത് നമ്മള് കോപ്പറിന്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ മനസ്സിലായി. കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? 0.34 വോൾട്ട്. സിങ്കിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാ? -0.76 വോൾട്ട്. അപ്പൊ ഇവിടെ ആർക്കാ റിയാക്ടിവിറ്റി കൂടുതൽ? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ സിങ്ക് ആണ്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പൊ സിങ്ക് മോർ റിയാക്റ്റീവ് ആവുമ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് എന്തിന് വിധേയമാവുന്നത്? ഓക്സിഡേഷന് വിധേയമാവുന്നത്. അപ്പൊ സിങ്ക് പാത്രത്തിലെ ഓരോ സിങ്ക് ആറ്റും എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. അത് ആര് വാങ്ങിക്കും? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ Cu2+ അയോൺസ് വാങ്ങിക്കും. Cu2+ അയോൺസ് ഓരോന്നും 2 ഇലക്ട്രോണിനെ വീതം വാങ്ങിച്ചാല് സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന Cu2+ എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് സൊല്യൂഷനിൽ നിന്നും വേർതിരിയും. സൊല്യൂഷന് ഡീകമ്പോസിഷൻ നടക്കും. Therefore, copper sulfate solution cannot be stored in sink pot since E0 value of sink is less than that of copper.